പിന്നെ ഞാൻ ഇന്ന് നാട്ടിലോട്ട് പോവുകയാണ്. ഒരു നീണ്ട 7-8 വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. ഇവിടെ പെട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നു. ഇനിയും തൊട്ട് ഇവിടുത്തെ ഇൻചാർജ് ഇങ്ങോട്ട് നോക്കിയേ, ഒരു 10 ദിവസത്തിനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ 10 ദിവസത്തിനുള്ള ഇൻചാർജ് ഇദ്ദേഹമായിരിക്കും. ഞാൻ തന്നെയാണ് പോകുന്നത്. അങ്ങനെ അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. ഓക്കെ, 10 ദിവസം ഞങ്ങൾ അടിച്ച് പൊളിക്കും, അടിച്ച് ഞാനും പിള്ളേരും കൂടെ. നടക്കട്ടെ നടക്കട്ടെ. ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവരെന്നെ ഡ്രോപ്പ് ചെയ്തു. ഇവരിനി പോവുകയാണ്. അപ്പോൾ നമുക്കിനി 10 ദിവസം കഴിഞ്ഞ് കാണാം. ഓക്കെ, ബൈ ബൈ. ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ. അത് അവരെന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയേ. അപ്പോൾ പോയപ്പോൾ എന്നോട് പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും ഒരു സർപ്രൈസ്. എനിവേ ഞാൻ അകത്തോട്ട് അങ്ങോട്ട് കയറിയുടനെ എൻ്റെ ഫോണിനകത്തോട്ട് മെസ്സേജ് അയച്ചു. എനിക്ക് മെയിൽ വന്നു. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ സർപ്രൈസ് ആയി കേട്ടോ. എനിക്ക് അന്നേരത്തെ ആ ഒരു ഇതിൽ അവിടെ നിന്ന് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ സർപ്രൈസ് എന്താണെന്ന് കേട്ടോ. ഇതാണ് ആ സർപ്രൈസ്. എനിക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് തരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചേച്ചാ, താങ്ക് യു സോ മച്ച്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കുറേ അറിയിക്കാം കേട്ടോ.